നമസ്കാരം. നിയമസഭയിൽ ഭരണപക്ഷത്തെ എങ്ങനെ നേരിടണം എന്നറിയാതെ പ്രതിപക്ഷത്തിന്റെ തന്ത്രങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി പാളുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണപക്ഷത്തിരുന്നപ്പോൾ കാണിച്ച അതേ ഏകാധിപത്യവും ധാർഷ്ട്യവും പ്രതിപക്ഷത്ത് വന്നിട്ട് മാറ്റാൻ കഴിയാത്തതുകൊണ്ട് സഭയിൽ കയറിയ അന്നു മുതൽ മുഖ്യമന്ത്രി വി ഡി സതീശനും കൂട്ടരും എടുത്തിട്ട് അമ്മാതിരി അലക്കാണ് CPM-നെയും LDF-നെയും അലക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിർദ്ദേശം അടങ്ങിയ ധനബിൽ ചർച്ചയിൽ സർക്കാരിനെ പൂട്ടാൻ നോക്കിയ പ്രതിപക്ഷത്തിന്റെ തന്ത്രമൊടുവിൽ അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റ വിഷയത്തിൽ സർക്കാരിനെതിരെ സ്വീകരിച്ച നിലപാട് തരിമ്പും ഫലിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ LDF-ന്റെ മുതിർന്ന നേതാക്കൾ തന്നെ സ്വന്തം നേതൃത്വത്തിന്റെ മണ്ടൻ അടവുകളെ പരസ്യമായി വിമർശിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിനുള്ള നിർദ്ദേശം UDF സർക്കാർ സഭയിലേക്ക് ഒളിച്ചു കടത്തിയെന്നായിരുന്നു സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉയർത്തിയ പ്രധാന വിമർശനം. മദ്യക്കമ്പനികളെ സഹായിക്കാൻ സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്ന് കുറ്റപ്പെടുത്തി സഭ ബഹിഷ്കരിച്ച് വലിയ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയായിരുന്നു LDF-ന്റെ ലക്ഷ്യം. എന്നാൽ സഭയിൽ ഒരു ബിൽ വരുന്നതിന് എല്ലാ നിയമപരമായ നടപടികളും പാലിച്ചായിരുന്നു ഈ ഒരു ധനബിൽ സഭയിലേക്ക് എത്തുന്നത്. സാധാരണ ധനബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാറുണ്ടെങ്കിലും സഭയ്ക്കതിന് വേണമെങ്കിൽ ഇളവ് നൽകാം. ഈ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ നേരിട്ട് നിയമസഭയിൽ പരിഗണിക്കാൻ കാര്യോപദേശക സമിതിയാണ് തീരുമാനിക്കുന്നത്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം, ഈ കാര്യോപദേശക സമിതിയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPI നേതാവ് K രാജനും കൃത്യമായി പങ്കെടുത്തിരുന്നു. അവിടെ വെച്ച് ഈ ധനബിൽ നേരിട്ട് സഭയിൽ കൊണ്ടുവരുന്നതിനെ ഇവർ രണ്ടുപേരും എതിർത്തതേയില്ല. അവിടെ മിണ്ടാതിരുന്നിട്ട് ബിൽ സഭയിൽ വന്നപ്പോൾ ബഹളമുണ്ടാക്കിയത് സ്വന്തം മണ്ടത്തരം പരസ്യമാക്കുന്ന വാദമായി പോയി എന്ന് LDF-ൽ തന്നെ ഇപ്പോൾ കടുത്ത വിമർശനമുണ്ട്. ഇതിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി വി ഡി സതീശനാകട്ടെ മുൻപ് LDF ഭരണകാലത്ത് KN ബാലഗോപാൽ അവതരിപ്പിച്ച അവസാന ബജറ്റുമായി ബന്ധപ്പെട്ട ധനബിൽ ഇതേപോലെ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ നേരിട്ട് സഭയിൽ അവതരിപ്പിച്ച ചരിത്രം കുത്തിപ്പൊക്കി തിരിച്ചടിക്കുക കൂടി ചെയ്തതോടെ പ്രതിപക്ഷത്തിന്റെ വായ പൂർണ്ണമായും അങ്ങ് അടഞ്ഞുപോയി. നിയമസഭാ പ്രവർത്തനത്തിലും നിയമങ്ങളിലും അതീവ സാമർത്ഥ്യക്കാരായ മുഖ്യമന്ത്രി വി ഡി സതീശനോടെതിരിടാൻ കൂടുതൽ തന്ത്രപരമായ നീക്കങ്ങൾ വേണമെന്നാണ് LDF-ലെ മുതിർന്ന നേതാക്കളുടെ നിരീക്ഷണം. തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷത്തിന് കാലിടറി തുടങ്ങിയിട്ടുണ്ട്. UDF മന്ത്രിമാരുടെ കൃത്യമായ മറുപടികൾക്ക് മുന്നിൽ നിയമസഭയിൽ ഒരു MLA-മാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പ്രതിപക്ഷം എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തവും കൃത്യവുമായ കണക്കുകൾ സഹിതം മറുപടി കൊടുക്കുന്ന മന്ത്രിസഭയാണ് ഇപ്പോഴത്തെ UDF സർക്കാരിന്റേത്. അതിനു മുന്നിൽ മറുപടിയില്ലാതെ വരുമ്പോൾ വെറുതെ പ്രതിഷേധം നടത്തി സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്യുക മാത്രമാണ് തുടർച്ചയായി പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെയാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള CPI-CPM തർക്കം. ഭരണം പോയതോടെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന് CPI-യും ഇല്ലാതെ വലിയ പാർട്ടിയായാൽ തങ്ങൾക്ക് തന്നെ വേണമെന്ന് CPM-ഉം വാശി പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു തർക്കം തുടരുന്നതുകൊണ്ട് തന്നെ പ്രതിപക്ഷ MLA-മാരുടെ ഒരു യോഗം പോലും ചേരാൻ LDF-ന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പുതിയ ആളുകളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ CPM കാണിക്കുന്ന കോപ്രായങ്ങളാണ് മിക്ക പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് അണികൾ തന്നെ പറയുന്നത്. ചുരുക്കത്തിൽ നിയമസഭയ്ക്കകത്ത് ക്രിയാത്മകമായി ഒരു വിഷയം പോലും ഉന്നയിക്കാൻ കഴിയാതെ LDF പ്രതിപക്ഷം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. പഴയ അഹങ്കാരവും അനാവശ്യ സഭ ബഹിഷ്കരണവും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഇത്തരം ചീപ്പ് രാഷ്ട്രീയ നാടകങ്ങളെയും ബഹളങ്ങളെയും തള്ളിപ്പറഞ്ഞ് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും വികസനവുമായി മുന്നോട്ടു പോവുകയാണ് വി ഡി സതീശൻ സർക്കാർ.